ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സോ നിഫ്റ്റി ഇന്നൊരു ഷാർപ്പ് റിക്കവറി ആയിരുന്നു. ഗ്യാപ് ഡൗൺ ആണ് ഓപ്പൺ ആയത്, ബട്ട് അവിടെ നിന്ന് ഷാർപ്പായിട്ട് റിക്കവറി ആയി ഒരു പോസിറ്റീവ് നോട്ടിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡെയിലി ക്യാൻഡിൽ ഫസ്റ്റ് നോക്കാം. ഡെയിലി ക്യാൻഡിൽ ഒരു പ്യുവർ ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലാണ്. ലാസ്റ്റ് ഡേയ്സിൽ കംപ്ലീറ്റ് ആയിട്ട് എൻഗൾഫ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് നമുക്കൊരു പോസിറ്റീവ് മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാം നിഫ്റ്റിയിൽ എന്നാണ് തോന്നുന്നത്. കാരണം ഈ ഗ്യാപ്പ് ഫില്ലായിട്ടില്ല. ഈ ഗ്യാപ്പ് ഫില്ലാവാതെ അതിന് തൊട്ട് മുന്നേ തന്നെ അത് ഹയർ റേഞ്ചിലോട്ട് അത് മൂവ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ട്രേഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഫസ്റ്റ് ഒരു ഹാമർ ക്യാൻഡിൽ ഉണ്ടായി, അതിന് റീട്രേസ്മെൻറ്റ് ഉണ്ടായിരുന്നു. റീട്രേസ്മെൻറ്റിൽ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ട്രേഡ് എടുക്കാം. സോ അത് കണ്ടിന്യൂസ് മൂവ്മെൻറ്റ് തന്നെ ആയിരുന്നു മുകളിലോട്ട്. ഓക്കെ, സോ ഒരു നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു നിഫ്റ്റിയിലുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി അതിനെക്കാട്ടി പോസിറ്റീവ്. ബാങ്ക് നിഫ്റ്റി ഒരു ഷാർപ്പ് മൂവ്മെൻറ്റും ആയിരുന്നു. സ്ട്രെയിറ്റ് 90 ഡിഗ്രിയിലുള്ള ഒരു മൂവ്മെൻറ്റും പോലെ ഒരു വലിയ ഫുൾ ബാക്സ് ഒന്നും ഇല്ലാണ്ട് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് മൂവ് ആയത്. ബാങ്ക് നിഫ്റ്റിയും ഗ്യാപ് ഡൗൺ ആണ് ഓപ്പൺ ആയത്, ബട്ട് ഷാർപ്പ് റിക്കവറി ആയിരുന്നു. HDFC ബാങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. സോ ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി ലാസ്റ്റ് 5 ദിവസത്തെ ക്യാൻഡിൽ കംപ്ലീറ്റ് ആയിട്ട് എൻഗൾഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 1 2 3 4 5 ഡേയ്സിൻ്റെ ക്യാൻഡിൽ കംപ്ലീറ്റ് ആയിട്ട് എൻഗൾഫ് ചെയ്ത് ഓൾ ടൈം ഹൈയിൽ റെക്കോർഡ് ഓൾ ടൈം ഹൈയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു, ബട്ട് ക്ലോസിങ് താഴെയായിരുന്നു. ബട്ട് ഇതൊരു ഓൾ ടൈം ഹൈയിൽ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ നല്ലൊരു പോസിറ്റീവ് മൂവ്മെൻറ്റും ബാങ്ക് നിഫ്റ്റിയിൽ കാണുന്നുണ്ട്, നിഫ്റ്റിയിലും കാണുന്നുണ്ട്. സ്മോൾ ക്യാപ്പ് ഒരു ഫ്ലാറ്റ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയിട്ട് ചെറിയൊരു 0.04 ഒരു സ്മോൾ ക്യാപ്പ്. എനിവേ പോസിറ്റീവായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ആസ് ലോങ് ആസ് ഇത് ലോ ബ്രേക്ക് ചെയ്യാത്തടത്തോളം കാലം സ്മോൾ ക്യാപ്പ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. മിഡ് ക്യാപ്പും അത്യാവശ്യം പോസിറ്റീവ് ആയിരുന്നു. ഒരു 0.42% പോസിറ്റീവ് ആയിരുന്നു മിഡ് ക്യാപ്പ്. ബിറ്റ് കോയിൻ ആണെങ്കിൽ ബിറ്റ് കോയിന് ഇന്നലെ ഞാനൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഇവിടെ ഇത് ഫോൾ ആയിട്ട് ഇതിൻ്റെ 50% വന്നപ്പോൾ ഞാൻ ഇവിടെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് 68,100 ആയിരുന്നു. ബട്ട് ഒരു 40 പോയിൻറ്റ്സിൻ്റെ ഇതിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ബട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ മൊമെൻറ്റം 70,000 മുകളിൽ വരെ പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇവിടെ ഒരു ചെറിയൊരു 40 പോയിൻറ്റ്സിൻ്റെ അതിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടുന്ന് ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഇവിടെ സെല് ചെയ്തവർക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്ന ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ഇവിടെ എടുത്തു, ബട്ട് പിന്നെ ഒരു ചെറിയൊരു സെൽ ഓഫ് വന്നുകൊണ്ട് ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഓക്കെ, അല്ലെങ്കിൽ ഇത് നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യായിരുന്നു. ഇപ്പോൾ നമ്മൾ ബിറ്റ് കോയിൻ നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ഒരു സെല്ലിംഗ് പ്രശ്നമുണ്ട്. ബട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതൊരു ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്യും. എബോവ് 69,500 മുകളിൽ ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് ആണ് കാണുന്നത്. എന്നിട്ട് ഫർദർ ഒരു അപ്സൈഡ് മൊമെൻറ്റത്തിനുള്ള ചാൻസ്, കാരണം ഇതെല്ലാം ഓൾറെഡി ടെസ്റ്റഡ് ആണ്. സോ ഒരു ഷാർപ്പ് അപ്സൈഡ് മൊമെൻറ്റത്തിനുള്ള ചാൻസ് എല്ലാം ബിറ്റ് കോയിനിൽ കാണുന്നുണ്ട്. ഓക്കെ, സോ അതാണ് ബിറ്റ് കോയിൻ്റെത്. നമുക്ക് സിൽവർ നോക്കാം. സിൽവർ നെഗറ്റീവ് തന്നെയാണ്. സിൽവർ ഫർദർ ഒരു ഡൗൺ സൈഡ് മൊമെൻറ്റിനുള്ള ചാൻസ് ആണ് എനിക്ക് സിൽവറിലോട്ട് തോന്നുന്നത്. ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫർദർ പിന്നെയും ഒരു 65 ആ റേഞ്ചിലോട്ട് പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഗോൾഡ് ഓക്കെയാണ്. ഗോൾഡ് ഒരു ഇവിടെ കൺസോളിഡേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലും കാണും. സിൽവർ നെഗറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഗോൾഡ് കുറച്ചും കൂടെ ഒരു പോസിറ്റീവാണ്. ഇതിൻ്റെ മുകളിലോട്ട് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ദെൻ കുറച്ചും കൂടെ ഒരു 200 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 100 പോയിൻറ്റ്സിൻ്റെ മൊമെൻറ്റം ഗോൾഡിൽ കാണുന്നുണ്ട്. ഇന്നത്തെ ഹീറ്റ് മാപ്പ് നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പ് 250 മാത്രം സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിരുന്നു. ബാക്കിയുള്ള എല്ലാം പോസിറ്റീവ് ആയിരുന്നു. നിഫ്റ്റി 50ൽ പവർ ഗ്രിഡ് 4.74, കോൾ ഇന്ത്യ 3.22, HDFC ബാങ്ക് 2.39 എല്ലാം അപ്പായിരുന്നു. ബജാജ് ഫിനാൻസ് ഡൗൺ ആയിരുന്നു 1.15, ടെക്കം, കിവിൽ ഇതെല്ലാം ഡൗൺ ആയിരുന്നു. നമുക്ക് നെക്സ്റ്റ് 50 നോക്കുകയാണെങ്കിൽ ടൊറൻറ്റ് ഫാർമ 4.43 അപ്പായിരുന്നു. അദാനി ഗ്രീൻ 4.35, സിമൻസ് 3.19 അപ്പായിരുന്നു. IOC 1.06, ഇന്ത്യൻ ഹോട്ടൽ 1.29, നൗകരി 1.48, TVS മോട്ടർ 1.59 ഡൗൺ ആയിരുന്നു. മിഡ് ക്യാപ്പ് നമുക്ക് 150 നോക്കാം. മിഡ് ക്യാപ്പ് 150ൽ GMI റിപ്പോർട്ട് 6.99, ഓറോ ഫാർമ 3.53, LTF 3.51 അപ്പായിരുന്നു. ഗോദ്രി ഫിലിപ്സ് 3.22, IRB 4.11, BSE നല്ലൊരു ഡൗൺഫോൾ ആയിരുന്നു 7.45. RB എന്തോ പുതിയ പോളിസി വന്നു, ഞാൻ വായിച്ചില്ല, അതൊന്ന് ഡൗൺ ആയിരുന്നു.
നമുക്ക് സ്മോൾ ക്യാപ്പും കൂടെ നോക്കാം. സ്മോൾ ക്യാപ്പ് 250-ൽ എഞ്ചിനീയേഴ്സ് ഇന്ത്യ 14% അപ്പർ സർക്യൂട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. എഞ്ചിനീയേഴ്സ് ഇന്ത്യ Q3 റിസൾട്ട് നല്ലതായിരുന്നു. സോ 14.3 അപ്പായിരുന്നു. RHIM 6.61, നാറ്റ്കോ ഫാർമ സ്റ്റോക്സ് എല്ലാം ഇന്ന് അപ്പായിരുന്നു 6.57. മാപ് മൈ ഇന്ത്യ 6.5 ഡൗൺ ആയിരുന്നു. ഓലാട്രിക് 6.77, ബ്ലൂ ജെറ്റ് 9.99, ഫസ്റ്റ് ക്രൈ 11.25 ഡൗൺ ആയിരുന്നു. സോ ഇതെല്ലാമാണ് ഇന്നത്തെ ഡെയിലി അനാലിസിസ്. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഗൈസ്.